ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ കുഞ്ചി ഇന്ന് ആദ്യാക്ഷരം കുറിക്കുക കേട്ടോ. കുഞ്ചിക്ക് 2.5 വയസ്സേ ഉള്ളൂ. എന്നാലും അൽഫോൻസാമ്മയുടെ പെരുന്നാളിൻ്റെ അന്ന് നമ്മുടെ പള്ളിയിൽ പിള്ളേരെ എഴുത്തിനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും കുഞ്ചിനെ കൊണ്ടുപോയി എഴുത്തിനിരുത്തുകയാണ്. അവർക്ക് 2.5 വയസ്സേ ആയിട്ടുള്ളൂ, എന്നാലും ഞാൻ ഇരിക്കും കേട്ടോ. നമ്മുടെ പള്ളിയിൽ അൽഫോൻസാമ്മ പഠിപ്പിച്ച സ്കൂളാണ് കേട്ടോ. പള്ളിയിലെ സ്കൂള് അൽഫോൻസാമ്മ പഠിപ്പിച്ച സ്കൂളായതുകൊണ്ട് അവിടെ എല്ലാ വർഷവും അൽഫോൻസാമ്മയുടെ പെരുന്നാളിൻ്റെ അന്ന് പിള്ളേരെ എഴുത്തിനിരുത്തുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ അവളേനെ വിട്ടു കേട്ടോ. അവിടെ 3-4 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര മടിയൊക്കെ അവർക്ക് അവൾ കരയുമായിരിക്കുന്നു. പക്ഷെ അവൾ വളരെ ഹാപ്പി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അച്ഛനെ പിടിച്ച് നിർത്തിയേക്കുമായിരുന്നു കേട്ടോ അവളെ. അല്ലെങ്കിൽ അവൾ വിട്ടെപ്പോൾ വേണേലും എൻ്റെ അടുത്തേക്ക് പോരുമായിരുന്നു കേട്ടോ. അപ്പോൾ കയ്യെ പിടിച്ചൊക്കെ അച്ഛനെ എഴുതിപ്പിച്ചു. അതുപോലെ അരിയിലാണ് കേട്ടോ ഫസ്റ്റ് എഴുതിപ്പിച്ചത്. അതിനുശേഷം അവളെ കയ്യെ പിടിച്ച പേന വെച്ച് ദൈവം തുണയ്ക്ക എന്നാണ് കേട്ടോ എഴുതിപ്പിച്ച് തന്നത്. ഇതാട്ടോ നമ്മുടെ വികാരി അച്ഛനാട്ടോ. അപ്പം അച്ഛൻ നല്ല കയ്യിലൊക്കെ പിടിച്ച് ഞാനും കൂടെ പിടിച്ചു കേട്ടോ. അവളല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് വിട്ടിങ്ങി പോരും. അങ്ങനെ അവൾക്ക് മിഠായിയൊക്കെ കൊടുത്ത് നല്ല സന്തോഷമായി കേട്ടോ. കാരണം ഒരമ്മയെന്ന നിലയിൽ ആദ്യാക്ഷരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അല്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിലും അതെ. അന്നേരം എന്നെയൊക്കെ ആശാനാട്ടോ എഴുതിച്ച്, ആശാൻ കളരിൽ ആശാനാണ് എഴുതിച്ചത്. സ്വർണ്ണം കൊണ്ടൊക്കെ നാക്കയിലൊക്കെ എഴുതിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ ദൈവം തുണയ്ക്കാമെന്ന് നമുക്ക് ഇന്ന് ലെറ്റർ പാഡിൽ എഴുതി അച്ഛൻ തന്നു വിടും കേട്ടോ. അച്ഛൻ സൈൻ ചെയ്ത് കൊച്ചിനെയും കൊണ്ട് കയ്യിൽ എഴുതിപ്പിച്ചിട്ട് അച്ഛൻ നമുക്ക് ആ ലെറ്റർ പാഡിലൊക്കെ ഇട്ട സംഭവം നമുക്ക് തന്നു വിടും കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ചി ആദ്യാക്ഷരം കുറിച്ചു കേട്ടോ. ഇനി കുഞ്ചിനെ ഡെയിലി എനിക്ക് അങ്കൻവാടി കൊണ്ടുവിടണം. അപ്പോൾ നമ്മുടെ അൽഫോൻസാമ്മയുടെ പെരുന്നാൾ നമ്മുടെ പള്ളിയിൽ വളരെ വിപുലമായിട്ടാട്ടോ ആഘോഷിക്കുന്നത്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഫോൻസാമ്മ പഠിപ്പിച്ച സ്കൂളാണ്. ഇപ്പോൾ അൽഫോൻസാമ്മയുടെ പേരിലാണ് കേട്ടോ സ്കൂൾ, സെൻറ്റ് അൽഫോൻസ. പിന്നെ നമ്മളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. അതിന് മുന്നേ നമുക്ക് പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ. അടിപൊളി പ്രദക്ഷിണമായിരുന്നു. നമ്മുടെ സ്കൂളിലത്തെ പിള്ളേരാട്ടോ ഈ ബാൻഡ് ഒക്കെ കൂട്ടുന്നത്. അവർക്കത് പരിശീലനം കിട്ടിയിട്ടുണ്ട്. വളരെ സൂപ്പറായിരുന്നു. പള്ളിയിൽ യൂണിഫോമൊക്കെ അടിപൊളിയായിട്ടാണ് പിള്ളേരെല്ലാവരും. ഞാൻ ആലോചിക്കുക പിള്ളേരൊക്കെ എങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നതെന്ന്. അടിപൊളിയായിട്ട് പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പിന്നീടാട്ടോ എല്ലാം കഴിഞ്ഞതിൻ്റെ അവസാനമാട്ടോ കുഞ്ചിനെ എത്തിക്കാൻ കിട്ടിയത്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ. ഭാഗ്യമല്ല.